എൻ്റെ പേര് റോസൻ. ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റും കൂടിയാണ്. 2019 മാർച്ചിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അന്ന് എൻ്റെ ഞാൻ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആദ്യത്തെ മകനുണ്ട്. അവൻ ഒത്തിരി ട്രീറ്റ്മെൻറ്റൊക്കെ വേണ്ടി വന്നിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് 6 വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ആദ്യത്തെ മോനുണ്ടായത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. 2 പ്രാവശ്യം പുതുക്കി. ഞാൻ ഗർഭിണിയായി. പക്ഷേ ഒക്ടോബറിൽ എനിക്ക് അബോർഷനായി. അപ്പം ഞാൻ വിചാരിച്ചു, മാതാവ് എന്നെ പരീക്ഷിക്കുന്നതായിരിക്കും, എനിക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞിനെ മാതാവ് തരാതിരിക്കില്ല എന്ന്. അന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, എത്ര പഠിച്ചാലും എത്ര ഡിഗ്രി എടുത്താലും അതൊന്നും ഒരു കാര്യമില്ല. ഈശോയും മാതാവും വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഈ ലോകത്ത് സംഭവിക്കുള്ളൂ. എനിക്ക് അന്ന് അബോർഷനായപ്പോൾ ആദ്യം എനിക്ക് ഇത്തിരി വിഷമമായി. പക്ഷേ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു എനിക്ക് ഗ്രേവ്സ് ഡിസീസാണെന്ന്. അതായത് തൈറോയിഡിൻ്റെ ഏറ്റവും മേലിലെ തലം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ അമൃതയിൽ പോയി. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഇതിൻ്റെ മെഡിക്കേഷൻസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ ഒരിക്കലും പ്രഗ്നൻ്റ് ആവാൻ പാടില്ല, ആയാൽ തന്നെ കുഞ്ഞിന് വൈകല്യങ്ങളുണ്ടാവും, അബോർഷനാക്കി കളയേണ്ടി വരും. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു റേഡിയോ ആക്റ്റീവ് അയഡിൻ എടുക്കാം, അതെടുത്തു കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞേ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ എന്ന്. പക്ഷേ എനിക്ക് 38 വയസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയാം എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാൻ അതൊന്നും ശ്രദ്ധ വെച്ചില്ല. പിന്നെ ഞാൻ മെയ് മാസത്തിൽ എല്ലാ മെഡിക്കേഷൻസും നിർത്തി. ഞാൻ ജൂണിൽ പ്രഗ്നൻ്റായി. 3-ാം മാസത്തിലെ സ്കാനിങ് ചെയ്തപ്പോൾ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ആണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും എനിക്ക് ടെൻഷനായി. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു എത്തം പിടി ഉണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്കൊരു കുഞ്ഞിനെ തന്നേ പറ്റുള്ളൂ, എനിക്ക് എന്തായാലും വേണം കുഞ്ഞിനെ. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് അബോർഷൻ ചെയ്യാം. ആളും ഡോക്ടറാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മ എല്ലാവരും ഡോക്ടേഴ്സാണ്. എല്ലാവരും പറഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയും പാപ്പയും അമ്മയും പറഞ്ഞു, സാരമില്ല നമുക്ക് നോക്കാം, നമുക്ക് അടുത്ത ടെസ്റ്റ് ചെയ്ത് നോക്കാം, നീ ധൈര്യപ്പെട്ടിരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി ഹയർ സെൻറ്ററിൽ പോയി ഇവാലുവേഷൻ നടത്തി. ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു 99.9% വാവയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഇനി തൈറോയിഡിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലേ ഉള്ളൂ ഡോക്ടറെ എന്ന് പറഞ്ഞു. ശരി, ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല, അമ്മ മാതാവ് എന്നെ ഇത്രയും രക്ഷിച്ചതല്ലേ, ഇനിയും എന്നെ കൊണ്ട് നടന്നോളൂ എന്ന് എനിക്കറിയായിരുന്നു. അവസാനം തൈറോയിഡിന് ഞാൻ 6 മാസത്തിന് ശേഷമാണ് മരുന്നെടുത്ത് തുടങ്ങിയത്. കാരണം എനിക്കറിയായിരുന്നു ഞാൻ തൈറോയിഡിന് മെഡിസിൻ എടുത്താൽ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമെന്നുള്ള പേടി കൊണ്ടായിരുന്നു ഞാൻ 6 മാസം വരെ എടുക്കാണ്ടിരുന്നത്. ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല, ഡോക്ടർക്ക് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, ഡോക്ടർക്ക് BP കൂടും, ഹാർട്ട് ഫെയിലിയർ വരാം, ആദ്യത്തെ സിസേറിയൻ ആണ്, സിസേറിയൻ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ഡോക്ടർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും. എല്ലാവരും എന്നെ ഒത്തിരി പേടിപ്പിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലല്ലാണ്ട് ഞാൻ എവിടെയും സിസേറിയൻ ചെയ്യില്ല. ചെറിയൊരു ഹോസ്പിറ്റലാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മാഡം തന്നെയാണ് എനിക്ക് സിസേറിയൻ ചെയ്തത്. എൻ്റെ അടുത്ത് പറഞ്ഞു സിസേറിയൻ കഴിഞ്ഞ ഉടനെ തൈറോയിഡ് നോക്കണം, കുഞ്ഞിൻ്റെ നോക്കണം, അമ്മയുടെയും നോക്കണം, കുഞ്ഞിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കുഞ്ഞിന് മെൻ്റൽ റിട്ടാർഡേഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്, ഡിലേ ഡെവലപ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ദൈവം സഹായിച്ച മാതാവ് കുഞ്ഞിനെ തന്നാൽ മാത്രം മതി, വേറെ എനിക്ക് എൻ്റെ കാര്യം ഒന്നും എനിക്ക് പ്രശ്നമായിരുന്നില്ല. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ദിവസം കൊന്തെത്തിച്ചുകൊണ്ടിരിക്കും. തിരക്കുണ്ടോ? ഞാൻ 38 ആഴ്ച വരെ എനിക്ക് ഒരു BP ഷുഗറോ ഒന്നും ഉണ്ടായില്ല. 38 വീക്സ് എൻ്റെ സിസേറിയൻ ഡേ വരെ രാവിലെ വരെ ഞാൻ റൗണ്ട്സ് എടുത്തിട്ടാണ് ഞാൻ സിസേറിയന് കയറിയത്. സിസേറിയൻ കയറി വാവ പുറത്തായപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ല, വാവ നല്ല കരച്ചിലുണ്ട്, ടെൻഷൻ അടിക്കണ്ട. ആദ്യത്തെ തൈറോയ്ഡ് ലെവൽ വന്നു നോർമൽ. പിന്നെ 5 ദിവസം കഴിഞ്ഞ് 2ാമത് നോക്കി, അതും നോർമൽ. പിന്നെ അത് കഴിഞ്ഞ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. 3 മാസം വരെ ഇവനെ ഞാൻ നോക്കി, എല്ലാം നോർമലായിരുന്നു. അമ്മ മാതാവ് എനിക്ക് ഇത്രയും വലിയ സഹായം ചെയ്തു തന്നതിന് എനിക്ക് പറയാൻ വാക്കുകളില്ല, എങ്ങനെയാണ് ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് എനിക്ക് നേരത്തെ വരാൻ പറ്റിയില്ല, കോവിഡ് പ്രശ്നങ്ങൾ കാരണം കുഞ്ഞിനെയും കൊണ്ട് വരാൻ പറ്റിയില്ല. ഇവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു February 14th. അന്ന് ഞങ്ങൾ അതിന് 1 ആഴ്ച മുമ്പ് ഇവിടെ വന്നിരുന്നു. പക്ഷേ ചില പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അപ്പോൾ എടുക്കാൻ പറ്റിയില്ല, കാരണം ഇവന് കോവിഡ് വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെറിയ ഫിറ്റ്സ് വന്നായിരുന്നു, കണ്ടിന്യൂസ് ഫീവർ ആയിരുന്നു, ദേഹമാകെ തടിച്ച് പൊന്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് പ്രാർത്ഥന തൈലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ മോൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല, അവൻ എല്ലാം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ്.
ഞാൻ എപ്പോഴും വായിക്കുന്ന ഒരു കാര്യമാണ്, പഠിക്കുന്ന മൂലം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഈ ലോകത്ത് ഏതെങ്കിലും ഒരു വലിയ വൈദ്യനുണ്ടെങ്കിൽ അത് ദൈവം മാത്രമാണ്. അതിൽ കവിഞ്ഞ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സിസേറിയൻ ചെയ്യുമ്പോഴോ എന്ത് സർജറി ചെയ്യുമ്പോഴാണെങ്കിലും ഞങ്ങൾ ഡോക്ടർമാർ പ്രാർത്ഥിക്കാതെ ഇൻസിഷൻ ഇടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ വിശ്വാസപ്രമാണം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെയ്യാണ്ട് ഞാൻ ഒരു സിസേറിയനും മുന്നോട്ട് പോകാറില്ല. അമ്മ മാതാവ് എൻ്റെ കൈ പിടിച്ച് നടത്തുന്നുള്ള വിശ്വാസവും എൻ്റെ പേഷ്യൻസിന് ഒരു അപകടം വരുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. പിന്നെ എൻ്റെ ഭർത്താവിന് എപ്പോഴും ഭയങ്കര ദേഷ്യമാണ്, റെസ്പോൺസിബിലിറ്റീസ്. ആൾ ഡോക്ടറാണ്, പക്ഷേ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ ഒന്നുമില്ല. പക്ഷേ എല്ലാവരോടും ഭയങ്കര ദേഷ്യം, എപ്പോഴും ദേഷ്യം. എനിക്കറിഞ്ഞുകൂടെ എന്താ പ്രശ്നമെന്ന്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഒരു തീരുമാനം എടുക്കുക, എന്താ ഞാൻ ചെയ്യേണ്ടത് മുന്നോട്ട്, ഞാൻ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, മക്കളെയും കൊണ്ട് ജോലിയായിട്ട് എങ്ങനെയാണ് ജീവിക്കുക, ആളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വന്ന് ഫെബ്രുവരി 9 ഇവിടെ രണ്ടാമത് വന്നു. എൻ്റെ ആദ്യത്തെ ഉടമ്പടി പത്രം നഷ്ടപ്പെട്ടു പോയായിരുന്നു. വന്ന് ഉടമ്പടി എടുത്തു. അതിൻ്റെ ഒരൊറ്റ ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര മാനസാന്തരമാണ്. ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെയാണ് ആളങ്ങനെ ആയിപ്പോയെന്ന്. അതൊരു വ്യത്യാസമാണ്. എൻ്റെ അച്ഛനോടും അമ്മയോടും വീട്ടിലെല്ലാവരോടും ഭയങ്കര സ്നേഹത്തിലാണ് ഇപ്പോൾ പെരുമാറണത്. എൻ്റെ മക്കളെ ഇതുവരെ കാത്തുകൊണ്ട് പോണത് ഈശോയും അമ്മ മാതാവാണ്. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറയണം.